ഈ അടുക്കളയിലെ വിപ്ലവം എന്നൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, അതേ അവസ്ഥയാണ് ബിഗ് ബോസിലെ. ഈ ആഹാരം കിട്ടാതെ ഇരുന്ന് ഇവരെല്ലാവരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിച്ച് തല്ലുമോ ഇല്ലയോ എന്നറിയില്ല. ആ അവസ്ഥയാണ് അവിടെ. കാര്യം അവിടെ ആഹാരമില്ല, ഒത്തിരി സാധനങ്ങളുണ്ട്. നേരത്തെയൊക്കെയുള്ള അവസ്ഥയെന്ന് പറഞ്ഞാൽ ആഹാരങ്ങൾ കുറവായിരുന്നു, റേഷനായിരുന്നു, ഉണ്ടാക്കാൻ ഫാനുമില്ലായിരുന്നു. ഫാനും വന്നു കഴിഞ്ഞപ്പം ഉണ്ടാക്കാൻ ആളില്ലാത്ത അവസ്ഥ. പക്ഷേ അനുമോളെ പിണക്കിയതാണ് ഇവർക്ക് ദോഷമായി വന്നത്. ഏതായാലും കൃത്യമായിട്ട് അനുമോളുടെ വില ഇപ്പോൾ അവർ മനസ്സിലാകുന്നുണ്ട്. കാരണം കണ്ണുള്ളപ്പം കണ്ണിൻ്റെ വില അറിയത്തില്ല. അതാണ് ബിഗ് ബോസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഇന്നലെ അവർക്ക് കിട്ടിയത് 2 നേരത്തെ ആഹാരം മാത്രമാണ്. കാരണം കിച്ചൺ ടീമിലെ അംഗങ്ങൾ നമ്മുടെ നെവിൻ, ആര്യൻ, അക്ബർ, ഇവർ 3 പേരാണല്ലോ. 3 പേരായിക്കഴിഞ്ഞാൽ മറ്റേതാകും എന്നുള്ളതാണ് സ്ഥിരം ഒരു പഴഞ്ചൊല്ല്. അത് പ്രാവർത്തികമാകുന്നതാണ് നമ്മൾ ഇന്നലെ കണ്ടത്. കാരണം ഇന്നലെ ആഹാരം ഒട്ടുമില്ല. രാവിലെ തന്നെ ചായയില്ല. ചായ തിളപ്പിക്കാനൊന്നും ആരുമില്ലടേ. ആഹാരമുണ്ട്, സാധനമുണ്ട്, പക്ഷെ തിളപ്പിക്കാൻ ആളില്ല. ഈ ആഹാരത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നെവിനും അക്ബറും ആര്യനും തന്നെയാണ്. ഞങ്ങൾക്ക് വിശക്കുന്നേ എന്ന് സ്ഥിരം പല്ലവി നടത്തിക്കൊണ്ടിരുന്ന ഇവരെ കിച്ചണിൽ കയറി കഴിഞ്ഞപ്പം ഇവരാരോട് പരാതി പറയാനാണ്? മറ്റേത് അനു ആണല്ലോ കിച്ചൺ ടീം നോക്കിക്കൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ഭൂരിപക്ഷവും അനു തന്നെയാണ് നോക്കിക്കൊണ്ടിരുന്നത്. 10-21-22 പേരോളം ആഹാരം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന അനുവിനെയാണ് ഇവരെല്ലാം കൂടെ ചേർന്ന് പുറത്തേക്ക് അടിക്കുന്നത്. ഇന്നലെ അനു കിച്ചണിൽ കയറിയപ്പം തന്നെ നെവിൻ പറയുന്നു, പൊക്കോ ഇവിടെ നിന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് ചാടിക്കുന്നതും കണ്ടു. ഒരുപക്ഷെ അനു ഉണ്ടായിരുന്നുവെങ്കിൽ ഇവർക്ക് ഈ പ്രശ്നം നേരിടത്തില്ലായിരുന്നു. കിച്ചണിൽ കൂടുതൽ കണ്ടൻറ്റും ഉണ്ടായിരുന്നു. ബിഗ് ബോസ് അത് തന്നെ ആയിരിക്കും ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. എടാ വല ഇതുങ്ങളെല്ലാം കൂടെ പിടിച്ച് ക്യാപ്റ്റന്മാരും ആക്കി യുവന്മാരെന്താ ചെയ്ത് കൂട്ടുന്നത്, യുവന്മാരെല്ലാം കൂടെ പട്ടിണി കിടന്ന് ചത്തുപോകും, ഇതിനകത്ത് ഞങ്ങൾ ഉത്തരവാദിത്വം പറയേണ്ടി വരുമോ എന്നൊക്കെ ആയിരിക്കും ബിഗ് ബോസ് ഇരുന്ന് ആലോചിക്കുന്നത്. ഏതായാലും ഇന്നലെ ഇവർ ക്ഷമിച്ചെങ്കിലും ഇന്ന് രാവിലെ ഇവരെല്ലാവരും കൂടെ ഒരു അടുക്കള വിപ്ലവത്തിനാണ് ശ്രമിച്ചിരിക്കുന്നത്. അടുക്കളയിൽ വിപ്ലവം എന്നൊക്കെ കേട്ടിട്ടില്ലേ? നോറയും ആദിലയും അനുമോളും അനീഷും സാബുമോനും ആനവാഫും എല്ലാവരും കൂടെ ക്യാപ്റ്റന്മാർക്കെതിരെ തിരിഞ്ഞിരിക്കുകയാണ്. ഞങ്ങൾക്ക് വിശക്കുന്നേ. ഇതിനിടയിൽ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ഇവർ കിടന്ന് ബഹളം വെക്കുന്നതിൻ്റെ ഇടയിലാണ് ആര്യൻ തൻ്റെ ക്യാപ്റ്റൻസിയുമായിട്ട് വരുന്നത്. ക്യാപ്റ്റൻസിയുമായിട്ട് വന്നിട്ട് എന്താണ് പറയുന്നത്? അവിടെ ക്ലീനായില്ല, ഇവിടെ ക്ലീനായില്ല, മറ്റിടത്ത് ക്ലീനാവുന്നില്ല. നോറ ഒരു ഫയറങ്ങായിരുന്നു. കാരണം വിശപ്പിൻ്റെ മുമ്പിൽ ക്യാപ്റ്റൻസിക്കൊന്നും വിലയില്ലടി. കാരണം ആര്യൻ്റെ പട്ടിഷമുണ്ടല്ലോ, അത് പൊളിച്ചടക്കി നോറ കൈ കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് വിശന്നിരിക്കുന്ന സമയത്ത് നമുക്ക് കണ്ണും മൂക്കും കാണത്തില്ല അല്ലേ? അതേപോലെ ആയിരുന്നു ആര്യൻ്റെ ഈ ക്യാപ്റ്റൻസിയെ എടുത്തുകൊടുക്കുന്നത് കണ്ടത്. ആര്യൻ ഇനിയും അതിനുശേഷം ക്ഷമ പറയാനൊക്കെ വരുന്നത് കാണുകയും ചെയ്യും. ഏതായാലും ഈ അനുമോളുടെ വില കൃത്യമായിട്ട് ഇവരെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. ക്യാപ്റ്റന്മാർ 3 പേര് ഇവർ തന്നെയാണ് കിച്ചൺ ടീമിൻ്റെ ചുമതല ഏറ്റെടുത്തത്. ഇവർ കിച്ചൺ ടീമിൻ്റെ ചുമതല ഏറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഇവർ വിചാരിച്ചത് എന്താണെന്നറിയോ? വളരെ നിസ്സാരമാണ്, ഇവർക്കുള്ള ആഹാരം ഉണ്ടാക്കി കൊടുക്കുക, അതിനുശേഷം ബാക്കിയുള്ളത് നമുക്ക് കട്ട് തിന്നാമല്ലോ. പ്രത്യേകിച്ച് നെവിനെ സംബന്ധിച്ച് ഈ കിച്ചൺ എന്ന് വെക്കുമ്പോൾ നെവിനൊരു ആവേശമാണ്. കാരണം കട്ട് തിന്നാൻ ആവശ്യത്തിന് പറ്റും. പ്രത്യേകിച്ച് കിച്ചൺ ടീമിൻ്റെ ക്യാപ്റ്റനും കിച്ചൺ ടീമിൻ്റെ അംഗവും എല്ലാം കൂടെ ആയിക്കഴിയുമ്പോൾ ചോദിക്കാനും പറയാനും ഒന്നും ആരുമില്ലല്ലോ. ഇവർക്ക് കട്ട് തിന്നാൻ മാത്രമേ അറിയാവുള്ളൂ എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംഭവം. ഈ ആര്യനും അക്ബറിനും ഒക്കെ ഉണ്ടല്ലോ, എവിടെയെങ്കിലും കുത്തിയിരുന്ന് മറ്റുള്ളവരെ കുറ്റം പറയുക, ഇത് മാത്രമേ ഇവർക്ക് പറ്റത്തുള്ളൂ. ഈ കുറ്റങ്ങളെല്ലാം കൂടെ അടുപ്പത്തിട്ട് വേവിച്ചു കഴിഞ്ഞാൽ ആഹാരം ആവത്തില്ല. അത് കൃത്യമായിട്ട് ഇപ്പോഴാണ് അവർക്ക് മനസ്സിലായത്. കാരണം ഉണ്ടല്ലോ, അവിടെ ജോലി ചെയ്യാൻ നെവിൻ മാത്രമേ ഉള്ളൂ കിച്ചണിൽ. അക്ബറിനും ആര്യനും ഒന്നും അറിയാൻ വയ്യാഞ്ഞിട്ടാകാം അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് ചെയ്യുന്നത്. അക്ബറിനെ സംബന്ധിച്ച് എവിടെയെങ്കിലും ചെന്നിരിക്കുക, അവിടെ വേര് മുറിച്ചാൽ പോലും അക്ബർ അനങ്ങത്തില്ല. അതാണ് അവസ്ഥ. നെവിന് മാട് പോലെ പണിയെടുക്കുന്നുണ്ട്. ഇവരെ കൊണ്ട് പറയിപ്പിക്കരുത്. പ്രത്യേകിച്ച് നെവിൻ്റെ ഏറ്റവും വലിയ ശത്രു അനുമോളാണ്. അനുമോളുടെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് കിച്ചണിലാണ്. അതുകൊണ്ട് അനുമോളുടെ മുന്നിൽ ഒരു കാരണവശാലും തോക്കാൻ പാടില്ല എന്ന് നെവിന് കൃത്യമായിട്ടുള്ള ഒരു വിചാരമുണ്ട്. അതുകൊണ്ട് നെവിന് മാട് പോലെ പണി വയ്ക്കുന്നുണ്ട്. പക്ഷെ നെവിനെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. ആര് ഈ മഫിലൊക്കെ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് അനുമോളി
ആദിലെ നോറയൊക്കെ എന്ന ചൊറിഞ്ഞ് സ്ത്രീകളുടെ ഇടയിലാണല്ലോ കൊച്ചു കൃഷ്ണൻ്റെ സ്ഥാനം. അത് തന്നെയാണ് ആര്യൻ്റെ അവസ്ഥ. ഇതിനിടയ്ക്ക് അനീഷും നടക്കുന്നുണ്ട്. ആഹാരം കിട്ടാനില്ലാതെ ആണ് എന്നുള്ളതാണ് സത്യം. സാവുമോനും നടക്കുന്നുണ്ട്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. വായു കയറിയിട്ട് ഇവരെ വയറ് വല്ലാത്ത അവസ്ഥയിലാണേ. കാരണം ഇവരെല്ലാവരും കൂടെ ഈ ദേഷ്യം പ്രകടിപ്പിച്ചിട്ടുണ്ടല്ലോ. ആര്യനും നെവിൻ്റെയും ഈ അക്ബറിൻ്റെയൊക്കെ വായ അടഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് അക്ബർ പറയുന്നത് കേട്ടു, നേരത്തെ ഒരു പ്രാവശ്യം 2 നേരമേ ആഹാരം കിട്ടിയിട്ടുള്ളൂ എന്ന്. അത് ഏത് ദിവസം ആണെന്നുള്ള തിരച്ചിലിൽ ഇവർ കുറച്ച് നേരം നടത്തി. ഇവർക്കാർക്കും മനസ്സിലായില്ല. നമ്മൾ ലൈവ് കണ്ടാൽ നമുക്കും മനസ്സിലായിട്ടില്ല. ഈ 2 നേരമൊക്കെ ആഹാരം കിട്ടുന്ന ദിവസം ഉണ്ടെങ്കിൽ ഇവരെല്ലാവരും കൂടെ എന്തൊരു ബഹളമായേനല്ലേ. പക്ഷെ അങ്ങനെ ഒരു ദിവസം ഇല്ല എന്ന് തന്നെയാണ് അനീഷും ബാക്കിയുള്ളവരും പറയുന്നത്. അത് ഏത് ദിവസം എന്ന് അക്ബറിനോട് ചോദിക്കുന്നുണ്ട്. അക്ബറിന് കൃത്യമായിട്ട് ഉത്തരവില്ല. കാരണം തങ്ങളുടെ തെറ്റ് മറയ്ക്കാൻ വേറെ ഒരു തെറ്റിനെ കൂട്ടുപിടിച്ചു എന്നാണ് എനിക്ക് തോന്നിയത്. ഏതായാലും കിച്ചൺ വിപ്ലവം, അതില്ലെങ്കിൽ അടുക്കള വിപ്ലവം ഇങ്ങനെ ആരംഭിച്ചിട്ടുണ്ട്. അതിനിടയിൽ ജയിലിൽ പോകുന്നവരുടെ ലിസ്റ്റും ഇവർ ഏകദേശമൊക്കെ കണക്കാക്കി വെച്ചിരിക്കുകയാണ്. അക്ബറും ആര്യനും നെവിനും കൂടെ തങ്ങൾ തന്നെയാണ് ഇപ്രാവശ്യത്തെ ജയിൽ നോമിനേഷന് വരുന്നത് എന്ന് ഏകദേശം ഉറപ്പിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് അക്ബറും ആര്യനും. ആര്യന് അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ലെങ്കിലും അക്ബറിന് ഏകദേശം ഉറപ്പാക്കി ഇവരെല്ലാം കൂടെ തങ്ങളെ പിടിച്ച് ജയിലിൽ ഇടുമെന്ന്. അക്ബർ ഇപ്പം തന്നെ ഏകദേശം ജയിലിൽ പോകാൻ ഉറപ്പിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. ആര്യനെ അങ്ങോട്ട് മനസ്സിലായിട്ടില്ല. ക്യാപ്റ്റന്മാരെ ജയിലിടാൻ പറ്റുമോ എന്ന് ആര്യൻ സംശയം ചോദിക്കുന്നുണ്ട്. പറ്റും എന്ന് അക്ബറും പറയുന്നുണ്ട്. ഏതായാലും ഇവരെല്ലാവരും കൂടെ ചേർന്ന് ഇവരെ ജയിലിലേക്ക് വിടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ അക്ബറല്ലേ ആൾ ബുദ്ധിമാനാണ് ഈ സീസണിലെ. അക്ബർ മറ്റുള്ളവരെ കൂട്ടുപിടിച്ച് തൻ്റെ ജയിൽ നോമിനേഷൻ ഒരുപക്ഷെ ഒഴിവാക്കി അത് ആര്യനിലേക്കും നെവിനിലേക്കും മാറ്റാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വീണ്ടും അനീഷും അനുവും പോയാൽ മതി എന്ന് അക്ബർ തീരുമാനിച്ച് മറ്റുള്ളവരെ കൊണ്ട് സമ്മതിപ്പിക്കാനും ഒരുപക്ഷെ അക്ബറിന് കഴിയും. കാരണം ബുദ്ധി വെച്ചാണ് അക്ബർ കളിക്കുന്നത്. എവിടെയെങ്കിലും ഇരുന്ന് തലകൊണ്ട് ചിന്തിച്ചാൽ മതിയല്ലോ. കാരണം ഇതെല്ലാം കൂടെ കൂട്ടിവെച്ച് അടുപ്പത്തിട്ട് വെച്ചാൽ ആഹാരം കിട്ടില്ല എന്ന് മാത്രം അക്ബറിനറിയാം. കാരണം അത് അനിമോളോ ആഹാരം ഉണ്ടാക്കാൻ അറിയാവുന്ന ആരെങ്കിലും വിചാരിച്ചാൽ മാത്രമേ ആഹാരം കിട്ടത്തുള്ളൂ. ഏതായാലും വിശപ്പിൻ്റെ വിളി വളരെയധികം കാഠിന്യമാണ്. എനിക്ക് വിശക്കുന്നേ എന്നുള്ള വിളി മാത്രമേ ബിഗ് ബോസിൽ മുഴങ്ങുന്നുള്ളൂ. കാരണം എല്ലാവരുടെയും മനസ്സിലിതാണ് ഈ വിശപ്പിൻ്റെ വിളി, ഈ വിശപ്പിൻ്റെ കാളൽ എന്നൊക്കെ കേട്ടില്ലേ, അതാണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേതായാലും ബിഗ് ബോസിന് 7ൻ്റെ പണി തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. കാരണം യുവമാരെ 3 പേരും കൂടെ പിടിച്ച് ക്യാപ്റ്റന്മാരാക്കി 3 പേരായി കഴിഞ്ഞാൽ പോകും എന്ന് പണ്ട് നമ്മൾ കേട്ടിട്ടില്ലേ, അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ. ഏതായാലും ഇനി ഒരു കാരണവശാലും ബിഗ് ബോസ് ഈ 3 പേരെയും ക്യാപ്റ്റനാക്കില്ല എന്ന് 100% ഉറപ്പാണ്. ജയിലിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന അക്ബറിനും ആര്യനുമൊക്കെ എല്ലാവിധ ആശംസകളും നേരുന്നു. ഏതായാലും പുതിയ ടാസ്കുമായിട്ട് ബിഗ് ബോസ് ഏതാനും നിമിഷത്തിനുള്ളിൽ വരാം. ഈ വിശപ്പിൻ്റെ വിളിയിൽ കാത്തു നിൽക്കുന്ന ഇവർ എങ്ങനെ ടാസ്ക് കളിക്കും എന്നുള്ളതും ഒരു പ്രശ്നമായിട്ട് അവശേഷിക്കുന്നു. കാത്തിരിക്കാം പുതിയ അപ്ഡേറ്റിന് വേണ്ടി. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ എത്തും വരെ ഓക്കെ ബൈ.